Module 2, Spectroscopic Techniques and Applications. സ്ലൈഡിലുള്ള ഫിഗർ നിങ്ങൾ കണ്ടതല്ലേ? എന്താണത്? ഒരു പ്രസത്തിൽ ലൈറ്റ് വൈറ്റ് ലൈറ്റ് പ്രസത്തിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ എന്താ നടക്കുന്ന പ്രോസസ്സ്? റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, ഡിസ്പേർഷൻ, ഇവിടെ ഈ സർഫസിൽ റിഫ്രാക്ഷൻ നടക്കുന്നു. റിഫ്രാക്ഷൻ ഈ ഒരു സർഫസിൽ, എയർ ഗ്ലാസ് സർഫസിൽ റിഫ്രാക്ഷൻ നടക്കുന്നു. അഗെയിൻ ഇവിടെ റേ എമർജ് ചെയ്ത് പോകുന്നു. ഗ്ലാസ് എയർ സർഫസിൽ അഗെയിൻ റിഫ്രാക്ഷൻ നടക്കുന്നു. And there will be splitting of white light into its component colors. Then, ഇവിടെ absorption ആണോ emission ആണോ? Absorption of light ആണോ emission of light ആണോ? നമ്മൾ എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്? ആ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നു. ആ ലൈറ്റ് തിരിച്ച് നമ്മുടെ ഐസിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്, അല്ലെ? അത് ഒബ്ജക്റ്റിന്റെ കാര്യം. നമ്മൾ നോർമലി നമ്മുടെ ഐസ് കൊണ്ട് കാണുന്ന ഒബ്ജക്ട്സിന്റെ കാര്യം. ഒരു മോളിക്യൂളിനെ കാണണമെങ്കിൽ എന്താ ചെയ്യാ? ഒരു മോളിക്യൂൾ അതിന്റെ സൈസ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു, അല്ലെ? ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ബാൾമർ സീരീസ്, ലിമൻ സീരീസ് ഒക്കെ ഓർമ്മയുണ്ടോ? ഹൈഡ്രജൻ സ്പെക്ട്രത്തില് കുറെ സീരീസ് ഒക്കെ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? അതിലെന്താ ചെയ്തത്? ഹൈഡ്രജൻ ഗ്യാസ് ലൈറ്റ് അബ്സോർബ് ചെയ്ത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നു. ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നു. ഹയർ എനർജി ലെവൽ നമുക്കറിയാം, ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. ആ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് ഡി എക്സൈറ്റ് ചെയ്യുന്നു. എനർജി അബ്സോർബ് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തിരിച്ച് ഡി എക്സൈറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഒരു എനർജി എമിറ്റ് ചെയ്യുന്നു. ആ എനർജിയുടെ ബേസിസിലാണ് ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഓരോ മോളിക്യൂളിനെ കുറിച്ചും അതിന്റെ പ്രോപ്പർട്ടീസ് ആണെങ്കിലും അത് ഏത് മോളിക്യൂൾ ആണെങ്കിലും ഒക്കെ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. നമുക്കിപ്പോ ഒരു കോമ്പൗണ്ട് തരുന്നു. ആ കോമ്പൗണ്ടിൽ ഏതൊക്കെ ആറ്റംസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ മോളിക്യൂൾസ് ആണ് ഉള്ളതെന്ന് ഈ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. നോക്കാം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. Spectroscopy. It is a branch of physics and chemistry. So it is a branch of science. ഫിസിക്സിലും കെമിസ്ട്രിയിലും സ്പെക്ട്രോസ്കോപ്പി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. And it deals with study of interaction of electromagnetic radiation. Not only the white light. It is electromagnetic radiation with matter. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള റേഡിയേഷൻസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? എക്സ്റേ, യുവി റേ,
എക്സ്റേ, യു വി, ഓർഡർ വേണമെന്നില്ല. ആ സാരിച്ചേ ഇത് ഗാമ റേസ്, ഇൻഫ്രാറെഡ് നീണ്ടോ? മൈക്രോവേവ്, യെസ് അച്ഛൻ, വിസിബിൾ, microwave, and radio waves. And you know these electromagnetic radiations, they are energy. So when there is an interaction between electromagnetic radiation, that is energy, with matter, we come across with spectroscopy. And different regions of electromagnetic spectrum. As you said, there are X-rays, gamma rays, UV, IR, visible, microwaves, radio waves. These different regions provide different kinds of information about a molecule. Each of these regions give different informations. And this spectroscopy is a tool for studying atomic and molecular structure. ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ മോളിക്യൂളിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് സ്പെക്ട്രോസ്കോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. So they are used in structural analysis of substances. സപ്പോസ് നമുക്കൊരു മോളിക്യൂൾ ഉണ്ട്, അതൊരു പുതിയ മോളിക്യൂളാണ്. ആ മോളിക്യൂളിന്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യാം? നമ്മൾ ഈ പറയുന്ന ഗ്ലൂക്കോസ് മോളിക്യൂളൊക്കെ ആദ്യം നമുക്ക് അതിന്റെ സ്ട്രക്ചർ അറിയണമെന്നില്ല. എങ്ങനെയാണ്, എവിടെയാണ് കാർബൺ ഉള്ളത്, എവിടെയാണ് ഓക്സിജൻ ഉള്ളത്, എവിടെയാണ് ഹൈഡ്രജൻ ഉള്ളത് എന്ന് നമുക്ക് അറിയണമെന്നില്ല. Then we have to take a spectroscopy. Then only we can get the structural information. This is what spectroscopy. Then we can classify spectra into two. There will be two types of spectra. Spectrum, it is singular, spectra is the plural. There are two kinds of spectra: absorption spectrum and emission spectrum. From its naming, it is clear what is the process is. In the case of absorption spectrum, when a molecule undergoes a transition from lower energy level to a higher energy level by absorption of energy, we will get a spectrum. That spectrum is known as absorption spectrum. We know lower energy level. We know from lower energy level, if the molecule wants to go to higher energy level, it requires some energy that will be absorbed from the radiation. That is known as absorption spectrum. What about emission spectrum? When the molecule undergoes a transition from higher energy level to a lower energy level, it emits some amount of energy. It emits a new amount of energy. The spectrum obtained in this way is known as emission spectrum. So for absorption spectrum, it is from the transition is from lower energy level to higher energy level by absorption of energy. For emission spectrum, there will be transition from higher energy level to lower energy level by emission of energy. നമുക്കറിയാവുന്ന കാര്യമല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ഈ വിബ്ജിയർ അല്ലേ, നേരത്തെ കാണിച്ച പ്രസത്തിലൂടെ പോകുമ്പോഴുള്ള ആ വിബ്ജിയർ അല്ലെങ്കിൽ നോർമൽ ആ വശത്ത് കാണുന്ന വിബ്ജിയർ, അതൊരു കണ്ടിന്യൂസ് ലൈൻ ആണ്? അത് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണോ എമിഷൻ സ്പെക്ട്രം ആണോ?
വിബ്ജിയർ അതൊരു അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണോ എമിഷൻ സ്പെക്ട്രം ആണോ? അബ്സോർപ്ഷൻ മറ്റാണോ അബ്സോർപ്ഷൻ? എമിഷൻ അല്ല. ഓക്കെ, അതൊരു അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണ്. ആ വെബ്ജിയറിനെ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ there will be dark lines between each color. There will be dark lines between each color. That dark line indicates there is an absorption spectrum. The color corresponding to the dark line, it is absorbed by the molecule. വെബ്ജിയറിന്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രം എടുത്ത് അതിൽ ഓരോ കളറിന്റെ ഇടയിലും ഒരു ഡാർക്ക് ലൈൻസ് കാണും. ആ ഡാർക്ക് ലൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ആ മോളിക്യൂള് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു ഡാർക്ക് ലൈൻസ് വരുന്നത്. വെറുതെ ചോദിച്ചോളല്ലോ കേട്ടോ. അബ്സോർപ്ഷൻ സ്പെക്ട്രോം എമിഷൻ സ്പെക്ട്രോം ഒക്കെ അല്ലേ? Yes, miss. And what is electromagnetic radiation? നമ്മൾ ഈ വൈറ്റ് ലൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിലേക്ക് പോവാണ്. We know electromagnetic radiation, it is a form of energy and it is produced by electrically charged particle traveling through a matter or vacuum or by oscillating magnetic and electric disturbance. We have an electrically charged particle and it propagates in this way through this axis. The electrically charged particle travel through this axis and there will be two mutually perpendicular axes, one for electric field oscillation, other for magnetic field oscillation. ചാർജ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. അതിന്റെ മൂവ്മെന്റിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. ആ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ ഇലക്ട്രിക് ഫീൽഡും ബ്ലൂ കളറിലുള്ളത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. It is produced by electrically charged particle that is traveling through this axis, propagation, traveling through matter or vacuum, or by oscillating magnetic and electric disturbance. There will be three mutually perpendicular axes. And when these electromagnetic radiations are arranged according to the order of frequency or wavelength, it is called electromagnetic spectrum. When we arrange this electromagnetic radiation according to frequency or wavelength, it is known as electromagnetic spectrum. And it follows the order: gamma ray, X-ray, UV, visible, IR, micro and radio. There is microwave here. And which is the highest wave? Which ray has highest wavelength? അതിൽ ഏത് റേഡിയേഷൻ ആണ് ഹയസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്? We have gamma rays, X-rays, UV, visible, IR, micro and radio waves. ആ കൊടുത്തിരിക്കുന്ന വേവ്സ്
ഏത് റേഡിയേഷൻ ആണ് ഹയസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്? Radio. Wave length. It is given here. Radio waves അല്ലേ? Yes, radio waves. It is of 10 raised to 8, Ragesh. Its value just nearly 10 raised to 8 meters. For radio waves, it has wavelength of 10 raised to 8 meters. And for gamma rays, 10 raised to minus 16 meters wavelength. We know violet is 400 nanometer wavelength and red has 700 nanometers wavelength. റൈറ്റിലേക്ക് പോകുമ്പോഴാണ് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ? വയലറ്റിൽ നിന്ന് റെഡിലേക്ക് പോകുമ്പോഴാണ് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് എനർജി? What about energy? റേഡിയോ വേവ്സിന് തന്നെയാണോ എനർജി അധികം? ഗാമ റേസിനല്ലേ കൂടുതൽ? യെസ്, ഗാമ റേസിനാണ് എനർജി ഹയസ്റ്റ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഇവിടെ തന്നിരിക്കുന്നതിൽ ഗാമ റേസിനാണ് എനർജി ഹയസ്റ്റ് വരുന്നത്. റേഡിയോ വേവ്സിനാണ് വേവ് ലെങ്ത് ഹയസ്റ്റ് വരുന്നത്. What is the relation between wavelength and frequency? Mu equal to C lambda. Gamma rays, it's of highest energy. Radio waves, lowest energy waves. And the frequency and wavelength of a radiation is related. They are related as C equal to nu lambda, where C is the speed of light. Nu, it is the frequency of radiation. Lambda, wavelength of radiation. What is the value for C? Speed of light. 10 raised to 3 into 10 raised to 8 unit. Meter. Meter? Second. Meter per second is 3 into 10 raised to 8 meter per second. അതെന്താന്ന് വെച്ചാൽ യൂണിറ്റ് സെന്റിമീറ്ററിലാണ് പറയുന്നതെങ്കിൽ 10ന്റെ പവർ മാറും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 3 into 10 raised to 8 meter per second. And we are familiar with this equation. Energy of a radiation equal to h nu. Energy of a radiation E equal to h nu, where h is the Planck's constant. And its value equal to 6.626 into 10 raised to minus 34 joule second. Energy of a radiation E equal to h nu. And we are substituting the value or the equation for nu, frequency, from this equation. We will get an equation for frequency of radiation from here. And this equation will be changed into E equal to hc by lambda. E equal to hc by lambda. And we know 1 by lambda. 1 by lambda. It is nu bar, which is called as wave number. Equations എല്ലാം ഓൾറെഡി നമുക്ക് അറിയാവുന്ന equations ആണ്. C equal to nu lambda, E equal to h nu, which is equal to hc by lambda, and 1 by lambda is equal to nu bar. So this equation can be written as
HC nu bar, where nu bar is the wave number. And for electromagnetic radiation, it has both wave nature and particle nature. That means it has dual nature, both wave nature and particle nature. And then the different regions in an electromagnetic radiation. According to different regions, they have different applications in our daily life also. We are using radio waves for broadcasting radio and television. Microwave radiation, it is used in microwave oven, cooking, that means cooking, radar system, telephone, and other signals. Infrared radiations, visible light, UV, X-ray, gamma ray. These are the different regions in an electromagnetic spectrum, and they have different applications according to the wavelength. അല്ലേ, വേവ് ലെങ്ത് കൂടിയ റേഡിയോ വേവ്സ് മാത്രമേ നമുക്ക് റേഡിയോ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ വേവ് ലെങ്ത് കുറഞ്ഞ ഗാമ റേസ് ഒന്നും ആ ആപ്ലിക്കേഷന് സ്യൂട്ടബിൾ അല്ല. അതുകൊണ്ട് വേവ് ലെങ്ത്തിന്റെ എനർജിയുടെയും ബേസിസിലാണ് ഓരോ റേഡിയേഷന്റെയും ആപ്ലിക്കേഷൻസ് വരുന്നത്. Then about radio frequency. You know, radio frequency, it has highest wavelength and it is of very low energy. Radio frequency, it is of highest wavelength and it has very low energy. And this energy corresponds to energy differences in nuclear spin state. Energy of radio waves correspond to energy differences in nuclear spin state. So they find applications in nuclear magnetic resonance spectroscopy, NMR spectroscopy. ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടാണ് NMR സ്പെക്ട്രോസ്കോപ്പി എടുക്കുന്നത്. ഞാനിത് കഴിഞ്ഞിട്ട് ചോദിക്കുവേ. Radio frequency, find applications in nuclear magnetic resonance spectroscopy, NMR spectroscopy. Since its energy corresponds to energy difference in nuclear spin state. Then second one, microwave. It lies here, but it is not represented in the figure. It lies between radio waves and IR in this region. It is not represented in the figure. Microwave, its energy is between radio frequency and IR waves. And it finds application in rotational spectroscopy and electroparamagnetic resonance spectroscopy, EPR spectroscopy. നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി മാത്രമാണ്. സോ മൈക്രോവേവ് ഫൈൻഡ് ആപ്ലിക്കേഷൻ ഇൻ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. IR വേവ്സ് ഏതിലായിരുന്നു? IR വേവ്സ് യൂസ് ചെയ്തിട്ട് ഏത് സ്പെക്ട്രോസ്കോപ്പിയാണ് പഠിക്കുന്നത്? പറഞ്ഞോ? അതെ, റേഡിയോ വേവ് മാത്രമേ പറഞ്ഞുള്ളൂ. മൈക്രോവേവ് യൂസ് ചെയ്തിട്ടാണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. എന്താണ് ആ മോളിക്യൂള്? മൈക്രോവേവ്
റേഡിയേഷൻ യൂസ് ചെയ്ത് മോളിക്യൂള് റൊട്ടേഷൻ നടക്കുന്നു. ആ റൊട്ടേഷന്റെ ബേസിസിലാണ് ഈ സ്പെക്ട്രോസ്കോപ്പി പറയുന്നത്, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Then infrared radiation, IR radiation. It is associated with molecular vibration. It is associated with vibration within the molecule. And it finds applications in vibrational spectroscopy. There were 3 spectroscopy and 3 waves. IR waves find applications in vibrational spectroscopy. And based on the information, it is useful for identifying functional group in organic compounds. We can identify functional groups in an organic compound based on vibration spectroscopy. Then the UV visible region. Using UV visible radiation, it is involved in electronic transition within the molecule. UV visible region, it is associated with electronic transition within the molecule. So it is known as electronic spectroscopy. It deals with the electronic spectroscopy. 4 regions, 4 types of spectroscopy. Then X-ray. It is higher in energy compared to UV and visible. And there will be transitions in the internal electrons of molecules. നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ആദ്യം പറഞ്ഞിരിക്കുന്ന ആ 4 ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പിയാണ്. ഓർക്കുന്നുണ്ടാവല്ലോ? അമർനാഥേ, അമർനാഥ് എവിടെ? IR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്ന റേഡിയേഷൻ ഏതാ? IR അമർനാഥേ, ക്വസ്റ്റ്യൻ കേട്ടോ? ക്വസ്റ്റ്യൻ ഫ്ലോപ്പ് ആയി പോയി. അതെ, NMR സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ ഏതാ? NMR സ്പെക്ട്രോസ്കോപ്പി. അമർനാഥ് ഏതാ? എടാ ഞാൻ എഴുതി വെക്കണ്ടേ? യെസ്, റേഡിയോ. അതൊന്ന് നോട്ട് ചെയ്തേ എല്ലാവരും. റേഡിയോ ഫ്രീക്വൻസി, NMR സ്പെക്ട്രോസ്കോപ്പി. ഞാൻ എല്ലാ ദിവസവും ചോദിക്കുവേ. NMR സ്പെക്ട്രോസ്കോപ്പി, മൈക്രോവേവ്, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. അത് മതി. ഈ മൊഡ്യൂളിൽ നമ്മൾ റൊട്ടേഷണൽ മാത്രമേ പഠിക്കുന്നുള്ളൂ. മൈക്രോവേവ്, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. Infrared radiation, IR radiation. Vibrational spectroscopy.
UV visible electronic spectroscopy. UV visible radiation or light. Electronic spectroscopy. ഓക്കെ അല്ലേ? എഴുതിയില്ലേ? ആനന്ദ എഴുതിയില്ലേ? ഓക്കെ, നാളത്തേക്ക് പഠിക്കാം കേട്ടോ. നാളെ ചോദിച്ചാൽ നോക്കിയിട്ട് പറയരുത്, പഠിച്ചിട്ട് പറയണം. പിന്നെ എങ്ങനെയാണ് ഈ ഒരു റേഡിയേഷൻ മോളിക്യൂളിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നത്? ആ മോളിക്യൂൾ എങ്ങനെയാണ് ഈ ഓരോ സ്പെക്ട്രോസ്കോപ്പിയും അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ചേഞ്ചസ് വരുന്നത്? Microwave radiation. If we are passing microwave radiation to a molecule, here this is carbon monoxide molecule. ആ സൗണ്ട് ഓഡിബിൾ ആണോ ഇത്? ഇല്ല മിസ്. അതിലെന്താണ് ഞാൻ പാസ് ചെയ്തത്? മൈക്രോവേവ് റേഡിയേഷൻ ആണ്. മൈക്രോവേവ് റേഡിയേഷൻ പാസ് ചെയ്യുന്നു, കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിൽ ഹിറ്റ് ചെയ്യുന്നു. ആ റേ, മൈക്രോവേവ് റേ ഇൻസിഡന്റ് ചെയ്യുന്നു. ആ സമയത്ത് മോളിക്യൂൾ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, മൈക്രോവേവ് റേഡിയേഷൻ ആണെങ്കിൽ അത് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ മോളിക്യൂള് അവിടെ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മൈക്രോവേവ് റേഡിയേഷൻ യൂസ് ചെയ്ത് മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? നിങ്ങൾക്ക് അവിടെ കാണാമല്ലോ, മോളിക്യൂൾ റൊട്ടേറ്റ് ആണ് ചെയ്യുന്നത്. Then, if we are using infrared radiation, എന്തായിരിക്കും നടക്കുന്നത്? റൊട്ടേഷൻ ആണോ? വൈബ്രേഷൻ. യെസ്, വൈബ്രേഷൻ ആണ്. എങ്ങനെയാണ് ഈ വൈബ്രേഷൻ നടക്കുന്നത്? അവിടെയുള്ള ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. ഇൻഫ്രാറെഡ് റേഡിയേഷൻ പാസ് ചെയ്യുമ്പോൾ ആ രണ്ട് ആറ്റംസ് തമ്മിലുള്ള ബോണ്ട്സ് വൈബ്രേറ്റ് ചെയ്യുന്നു. Infrared radiation, it is associated with vibration within the molecule. Then what about visible and UV? എന്തായിരിക്കും UV visible? ഇലക്ട്രോണിക് സ്പെക്ട്രം. ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ്. ആണോ? നോക്കാം.
മോളിക്യൂള് ഇടക്കൊന്ന് ഗ്ലോ ചെയ്യുന്നത് കാണുന്നുണ്ടോ നിങ്ങള്? യെസ്, അവിടെ ഒരു ഗ്ലോ വരുന്നുണ്ട്. ഇലക്ട്രോൺസ് ലോവർ എനർജി ലെവലിൽ നിന്ന് എക്സൈറ്റഡ് എനർജി ലെവലിലേക്ക് പോയി തിരിച്ചത് ഡീ എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് എനർജി എമിറ്റ് ചെയ്യുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഗ്ലോ വരുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് വൈബ്രേഷനും റൊട്ടേഷനും ഇലക്ട്രോണിക് ട്രാൻസിഷനും ഒന്നും കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്ത എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ? യെസ്. Yes, miss. എങ്ങനെയാണ് ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഓരോ റീജിയനും ഒരു മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ വരുന്ന സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ അതിൽ ഉണ്ടാവുന്ന റെസ്പെക്റ്റീവ് ചേഞ്ചസ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അറ്റൻഡൻസ് പറയും.